നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂട്യൂബ് തുടങ്ങി യൂട്യൂബിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല, വീഡിയോകൾക്ക് വ്യൂ ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, റീച്ച് ഇല്ല, ഈ കമൻറ്റുകൾ ഇഷ്ടം പോലെ നമ്മുടെ വീഡിയോകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് യൂട്യൂബ് വീഡിയോകൾ എങ്ങനെയാണ് റീച്ചിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്, എങ്ങനെ റെക്കമെൻഡേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യമാണ്. അത് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറയുന്നതേ അല്ല. യൂട്യൂബ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചാനലിൽ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ചാനൽ അനലൈസ് ചെയ്തിട്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ ചെയ്താൽ നിങ്ങളുടെ ചാനലിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമെന്ന് യൂട്യൂബ് പറഞ്ഞിട്ടുണ്ട്. ഇത് എത്ര പേര് ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ട്, എത്ര പേര് ഈ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, എത്ര പേര് ഇത് ചെക്ക് ചെയ്തിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന 99% ആളുകളും യൂട്യൂബിൽ വന്ന ഈ പുതിയ മാറ്റത്തെക്കുറിച്ചിട്ട് അറിയാൻ സാധ്യതയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്ത് പോകരുത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. 2023 ആഞ്ഞ് പരിശ്രമിച്ച് കഷ്ടപ്പെട്ട് വീഡിയോകളൊക്കെ ചെയ്ത് പക്ഷേ എങ്ങും എത്താൻ പറ്റിയില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2024 നമുക്കത് സെറ്റാക്കി എടുക്കാൻ പറ്റും. 2023 ചെയ്ത മിസ്റ്റേക്കുകൾ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ആ മിസ്റ്റേക്കുകൾ ഈ വർഷം ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് മുമ്പോട്ട് വീഡിയോകൾ ചെയ്യുക. തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റും. എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. ഒരു 1000 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ YT സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. YT സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അനലിറ്റിക്സിലോട്ട് വരിക. അനലിറ്റിക്സിൽ ഓവർവ്യൂവിൽ വരിക. ഓവർവ്യൂവിൽ വന്നു കഴിയുമ്പോൾ ഇതേപോലെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. Tip for your thumbnail, your weekly recap is here. Learn how YouTube recommend content. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഓപ്ഷനാണ് ലേൺ ഹൗ യൂട്യൂബ് റെക്കമെൻഡ് കണ്ടന്റ്. ഇത് എല്ലാവരുടെയും ചാനലിൽ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എല്ലാവരും ചാനൽ ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എഴുതി വരുന്നത് റെക്കമെൻഡേഷൻസ് ആർ ബേസ്ഡ് ഓൺ ഫ്യൂ ഡിഫറെൻറ്റ് തിങ്സ്. അതെന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് തമ്പനെയിലാണ് യൂട്യൂബ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. തമ്പനെയിൽ നന്നാക്കണം നമ്മൾ പല വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ യൂട്യൂബ് ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വീഡിയോയുടെ തമ്പനെയിൽ നല്ലതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര നല്ല വീഡിയോ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. യൂട്യൂബിൽ ഒരു വീഡിയോ എപ്പോഴാണ് വൈറലാകുന്നത്? ആ വീഡിയോയുടെ CTR, ആ വീഡിയോയുടെ വാച്ച് ടൈം, ഓഡിയൻസ് റിട്ടൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൈ ആയിട്ട് വരുന്ന സമയത്താണ് ആ വീഡിയോ വൈറലാകുന്നത്. അപ്പം അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് CTR കൂടാനുള്ള മാർഗ്ഗമാണ് നമ്മളുടെ വീഡിയോയുടെ തമ്പനെയിലാണ് യൂട്യൂബ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കുറേ അധികം എൻ്റെ സെയിം കാറ്റഗറി ചാനലിൻ്റെ തമ്പനെയിൽസ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒത്ത നടുക്കായിട്ട് എൻ്റെ വീഡിയോയുടെ തമ്പനെയിലും കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് യൂട്യൂബ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ തമ്പനെയിൽ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അതേ കാറ്റഗറിയിലെ കുറേയധികം തമ്പനെയിലിൻ്റെ നടുക്ക് നിങ്ങളുടെ തമ്പനെയിൽ വരുമ്പോൾ അതിൽ ഏറ്റവും നല്ല തമ്പനെയിലാണോ നിങ്ങളുടെ? നിങ്ങൾ സ്വയം വിലയിരുത്തി നോക്കുക. നിങ്ങളൊരു വ്യൂവറിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിച്ച് നോക്കുക. ഇതേപോലെ കുറേ തമ്പനെയിൽസ് വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമോ ഇല്ലയോ? ഈ ഒരു കാര്യം നിങ്ങൾ സ്വയം വിലയിരുത്താൻ യൂട്യൂബ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ തമ്പനെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കാര്യം നിങ്ങൾ വിട്ട് കളയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി മുതൽ നിങ്ങളുടെ വീഡിയോകളുടെ തമ്പനെയിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കൊടുത്തിരിക്കുന്ന തമ്പനെയിൽ മറ്റ് ചാനലുകളുടെ തമ്പനെയിൽസാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തമ്പനെയിൽ ഏത് രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്ന് നമുക്കത് വിലയിരുത്താൻ പറ്റും. ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയതിന് ശേഷം നമുക്ക് വരുത്താനായിട്ട് സാധിക്കും. അടുത്ത പേജിലേക്ക് പോകാം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഡു പീപ്പിൾ ചൂസ് യുവർ വീഡിയോസ്. അതായത് CTRൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ യൂട്യൂബ് ഇംപ്രഷൻസ് കൊടുത്ത് അതിൽ എത്ര പേര് ക്ലിക്ക് ചെയ്യുന്നു അതിനെയാണ് CTR എന്ന് പറയുന്നത്. ഇതെൻ്റെ ഈ ഒരു ചാനലിൽ ഇവിടെ CTR വളരെ കുറവാണ്. അതായത് 100ൽ 6 പേര് മാത്രമേ ഈ ചാനലിൽ ക്ലിക്ക് ചെയ്യുന്നുള്ളൂ. കാരണം ഞാൻ ഈ വീഡിയോകൾ അധികം ഇടാത്ത ഒരു ചാനലാണിത്. അപ്പോൾ 6 പേരെന്ന് പറയുമ്പോൾ വളരെ കുറവാണ്. നോർമലായിട്ട് എൻ്റെ സെയിം കാറ്റഗറിയിലുള്ള വീഡിയോകൾ ഇടുന്ന ആളുകളുടെ ചാനലിൽ 100ൽ 10 ക്ലിക്കുകൾ വരുന്നുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ 6 മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ചാനലിൽ കയറി നോക്കുക, ആവറേജ് നിങ്ങളുടെ CTR എത്രയാണ് കിട്ടുന്നതെന്നുള്ളത്. CTR കുറവാണെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം ആദ്യം പറഞ്ഞ സംഭവമാണ്, തമ്പനെയിൽ കൊള്ളത്തില്ല. അതുകൊണ്ടാണ് CTR കുറയുന്നത്. അപ്പോൾ തമ്പനെയിൽ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാനാണ് ഇവിടെ യൂട്യൂബ് പറയുന്നത്. മിനിമം നമ്മുടെ വീഡിയോയിൽ ഒരു 10എങ്കിലും CTR ഉണ്ടാകണം. ഒത്തിരി വൈറലാകുന്ന വീഡിയോകളിൽ 10ഉം അതിന് മുകളിലേക്കൊക്കെ CTR കാണും. അതായത് 100 പേരുടെ മുമ്പിലേക്ക് നമ്മുടെ വീഡിയോയുടെ തമ്പനെയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതിൽ ചിലപ്പം 15ഓ 20ഓ ഒക്കെ ക്ലിക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് വീഡിയോ പെട്ടെന്ന് വൈറലാകുന്നത്. CTR കൂടുകയും പെട്ടെന്ന് വീഡിയോകൾ വൈറലാകുകയും ചെയ്യും. കാരണം തമ്പനെയിൽ കാണുന്നവരെല്ലാം അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വ്യൂ ഓട്ടോമാറ്റിക്കായിട്ട് കൂടത്തില്ലേ. അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് കൂടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും റെക്കമെൻഡേഷൻ വരികയും വീഡിയോ വൈറലാകുകയും ചെയ്യും. അപ്പം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് CTR വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോയുടെ തമ്പനെയിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡു യുവർ വീഡിയോസ് കീപ് പീപ്പിൾ വാച്ചിങ്. അതായത് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് എത്ര നേരം വ്യൂവേഴ്സ് കാണുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യുവർ 5 minute വീഡിയോ
2 മിനിറ്റ് വരെ ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ട്. അത് വളരെ കുറവാണ്. പക്ഷെങ്കിൽ എൻ്റെ സെയിം കാറ്റഗറിയിലുള്ള മറ്റു ആളുകൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ 5 മിനിറ്റ് വീഡിയോയുടെ വ്യൂ ഡ്യൂറേഷൻ വരുന്നത് 3 മിനിറ്റ്സ് ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഈ ചാനലിൽ വ്യൂ ഡ്യൂറേഷൻ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? കൂടുതൽ എൻഗേജിങ് ആയിട്ടുള്ള കൂടുതൽ ഓഡിയൻസ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ കുറവ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് എന്താണെന്ന് നോക്കാം. ഇവിടെ ഡു പീപ്പിൾ എൻജോയ് യുവർ വീഡിയോസ്, അതായത് നിങ്ങളുടെ വീഡിയോസ് കണ്ട് ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ടോ, അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോകളിൽ ലൈക്കും കമൻറ്റും അവർ ചെയ്തിട്ടേ പോകത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്തിട്ടേ പോകത്തുള്ളൂ. നമ്മുടെ വീഡിയോയിൽ ഒരു എൻഗേജ്മെൻറ്റ് തന്നിട്ടേ പോകത്തുള്ളൂ. നമ്മുടെ വീഡിയോ കൊള്ളാമെന്നുണ്ടെങ്കിൽ, കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ ലൈക്കും ഇല്ല കമൻറ്റും ഇല്ല, അങ്ങനെ അങ്ങ് പോകും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ വീഡിയോയിൽ എൻഗേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ലൈക്കും കമൻറ്റും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻഗേജ്മെൻറ്റൂടെ ഉണ്ടെങ്കിലേ നമ്മുടെ വീഡിയോ യൂട്യൂബ് അൽഗോരിതം മുമ്പോട്ട് റൺ ചെയ്യിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെച്ചതിന് ശേഷം മാത്രമേ വീഡിയോ ചെയ്യാവൂ. ചുമ്മാ മാറി വിളിച്ച് കുറേ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യുന്ന വീഡിയോകളിൽ ഓഡിയൻസിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വീഡിയോകളായിരിക്കണം. അത് യൂട്യൂബ് ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി യൂട്യൂബ് നോക്കുന്നുണ്ട്. ഓഡിയൻസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് അവർ വേറെ ലെവലിൽ പോയിട്ട് ഇപ്പം പരിശോധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, യൂട്യൂബ് ആപ്പിനുള്ളിൽ ഇപ്പം പല വീഡിയോകളുടെയും താഴെ ഫീഡ്ബാക്ക് ചോദിക്കുന്നുണ്ട്. ഈ വീഡിയോ എങ്ങനെയുള്ള വീഡിയോ ആയിരുന്നു, ഈ വീഡിയോയ്ക്ക് നിങ്ങൾ എത്ര സ്റ്റാർ കൊടുക്കും, 5 സ്റ്റാർ കൊടുക്കുമോ, 4 സ്റ്റാർ കൊടുക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ യൂട്യൂബ് സർവേ നടത്തുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഈ സർവേയിൽ നമ്മുടെ വീഡിയോകളിലായിരിക്കും ഈ സർവേ നടത്തുന്നത്. ഇപ്പം നമ്മുടെ വീഡിയോയുടെ സർവേ നമുക്ക് വരത്തില്ല എന്നുണ്ടെങ്കിലും മറ്റു പലരിലും നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരിലൊക്കെ ഈ സർവേ പോകുന്നുണ്ട്. അവർ നമ്മുടെ വീഡിയോയിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ 5 സ്റ്റാർ കൊടുക്കും. അതുപോലെ തന്നെ യൂസ്ഫുൾ വീഡിയോ കൊടുക്കും, അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് വീഡിയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യും. അവിടെ നമ്മുടെ വീഡിയോ കൊള്ളത്തില്ല എന്നാണ് അവർ സർവേയിൽ സബ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോയെ തീർച്ചയായിട്ടും ബാധിക്കും. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിൻ്റെ എൻഗേജ്മെൻറ്റ്, അവരെ സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ യൂട്യൂബ് ഇവിടെ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ കാണിച്ച എൻ്റെ ഒരു ചാനലിൽ എല്ലാ രീതിയിലും അത് ഡൗൺ ആണ്. കാരണം അതിൻ്റെ CTR കുറവാണ്, ഓവറേജ് വ്യൂ ഡ്യൂറേഷൻ കുറവാണ്, വാച്ച് ടൈം കുറവാണ്, ആളുകൾ അതിൽ എൻഗേജ് ആകുന്നില്ല, ഞാൻ പ്രോപ്പറായിട്ട് കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിലെ ചാനൽ ഡൗൺ ആണ്. അപ്പം ഇതേപോലെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ വീഡിയോകൾ വൈറലാകുന്നത്. വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ നമ്മുടെ വീഡിയോ വൈറലാക്കാനായിട്ട് ചെയ്യേണ്ടത്. ആ വീഡിയോയുടെ തംബ്നെയിൽ തൊട്ട് അതിൻ്റെ ടൈറ്റിൽ തൊട്ട് ഡിസ്ക്രിപ്ഷൻ തൊട്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് യൂട്യൂബ് കറക്റ്റായിട്ട് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോ മനോഹരമാക്കുന്നതിനോടൊപ്പം തന്നെ ആ വീഡിയോയിലേക്ക് ആൾ വരിക എന്നുള്ളതോടെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മൾ എത്ര നല്ല വീഡിയോ ഉണ്ടാക്കി ആളുകൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് വേസ്റ്റാണ്. അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ക്ലിക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത്, CTR കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല. അപ്പോൾ CTR കൂട്ടണമെങ്കിൽ നിങ്ങളുടെ തംബ്നെയിൽ ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള കുറേയധികം റെക്കമെൻഡേഷൻസ് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ആ റെക്കമെൻഡേഷൻസിനെ കുറിച്ചുകൂടെ പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ വീഡിയോയ്ക്ക് നമ്മൾ വെറും 1000 ലൈക്കാണ് ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ്. ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.